ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ഒരു ഫയൽ എങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ അത് ഹൈഡ് ചെയ്തെടുക്കുന്ന ഒരു ഫയൽ നമ്മൾ എങ്ങനെ ഓപ്പൺ ചെയ്യണം, അതെങ്ങനെയാണെന്ന് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഫസ്റ്റ് കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുക. ആദ്യമായിട്ട് നിങ്ങളിപ്പോൾ ഏത് ഫയലാണോ ഹൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഫയൽ എടുക്കുക. എന്നിട്ട് ആ ഫയലിൽ ചെന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് താഴെ പ്രോപ്പർട്ടീസ് എന്നൊരു മെനു കാണും, അതിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഇവിടെ ഇങ്ങനെ ഒരു വിൻഡോ കാണാൻ സാധിക്കും. എന്നിട്ട് ഇവിടെ ഹിഡൻ എന്നൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഫോട്ടോ അത് ഹൈഡ് ആയിരിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഏത് ഫയലും ഹൈഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയൊരു ഫോൾഡർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഫയൽസ് ഇട്ടിട്ട് നിങ്ങൾക്ക് അത് ഹൈഡ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പുതിയൊരു ഫോൾഡർ കാണാൻ സാധിക്കും. എന്നിട്ട് ഈ ഫോൾഡറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫയൽസ് ഇടാം, എന്നിട്ട് ഇത് ഹൈഡ് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫയൽ ഇട്ടതിന് ശേഷം തിരിച്ച് ഫോൾഡറിലേക്ക് പോവുക. എന്നിട്ട് നേരത്തെ ചെയ്തത് കൂട്ട് പ്രോപ്പർട്ടീസിൽ പോയിട്ട് ഹിഡൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഈ ഫോൾഡർ ഹൈഡ് ആയിരിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഹൈഡ് ചെയ്ത് വെക്കാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സണൽ ഫയൽസ്, അങ്ങനെ എന്ത് വേണേലും. അതുപോലെ തന്നെ ഹൈഡായി കിടക്കുന്ന, അതായത് ഹിഡനായി കിടക്കുന്ന ഏത് ഫയലുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ഇവിടെ നിങ്ങളിപ്പോൾ ഫയൽ മെനുവിലോട്ട് പോകണം. എന്നിട്ട് താഴെ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ഇവിടെ ഇങ്ങനെ ചേഞ്ച് ഫോൾഡർ ആൻഡ് സെർച്ച് ഓപ്ഷൻസ് എന്നൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ചിലപ്പോൾ ഓപ്ഷൻസ് നല്ല ആയിരിക്കും കാണിക്കുക, അതിൽ ക്ലിക്ക് ചെയ്യണം. ഇത് നിങ്ങൾക്ക് ഏത് വിൻഡോസ് വെർഷനിലും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു വിൻഡോ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇതിലിവിടെ വ്യൂ എന്ന ഓപ്ഷനിൽ പോവുക. എന്നിട്ട് ഇവിടെ ഷോ ഹിഡൻ ഫയൽസ് എന്ന് കാണിക്കുക, അതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇവിടെ നമ്മൾ നേരത്തെ ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന ഫയലും ഫോൾഡറും ഇവിടെ ഷോ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പഴയ മാതിരി ആക്കാം. അതിനായിട്ട് ഫയലിൽ ചെന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസിൽ പോയിട്ട് ഹിഡൻ എന്ന ഓപ്ഷൻ അൺചെക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഈ ഫയൽ പഴയ മാതിരി ആയിരിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ ഇത് കാണാൻ പറ്റും, ഹിഡൻ അല്ല. അതുകൊണ്ട് തന്നെ ഈ ന്യൂ ഫോൾഡറും നമുക്കങ്ങനെ ചെയ്യാൻ സാധിക്കും. ഇനി അൺഹൈഡ് ആയിട്ടിരിക്കുന്ന മറ്റ് ഫയലുകൾ പഴയതുപോലെ ഹൈഡ് ചെയ്ത് വെക്കാൻ ഇവിടെ ഫയലിൽ ചെന്നിട്ട് ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ഇപ്പോൾ ഓപ്ഷൻസ് എന്നാണ് കാണിക്കുന്നത്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ വ്യൂവിൽ പോകണം. എന്നിട്ട് ഡോണ്ട് ഷോ ഫയൽ ആൻഡ് ഫോൾഡർ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതുപോലുള്ള പുതിയ വീഡിയോകൾ കാണുവാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.